ഇതാ സകല ജനത്തിനും വേണ്ടിയുള്ള വലിയ സന്തോഷത്തിന്റെ സദ്വാർത്ത ഞാൻ നിങ്ങളെ അറിയിക്കുന്നു. ദാവീദിന്റെ പട്ടണത്തിൽ നിങ്ങൾക്കായി ഒരു രക്ഷകൻ, കർത്താവായ ക്രിസ്തു ഇന്ന് ജനിച്ചിരിക്കുന്നു. അതെ, ലോകത്തിന്റെ പാപങ്ങൾ മോചിപ്പിക്കാനും ദൈവത്തെയും മനുഷ്യരെയും ഒന്നിപ്പിക്കാനും മനുഷ്യർക്ക് നിത്യജീവൻ നൽകാനും വേണ്ടിയാണ് നമ്മുടെ കർത്താവായ യേശുക്രിസ്തു ഭൂജാതനായത്. ആ ദിവ്യദിനത്തിന്റെ അനുസ്മരണയിൽ പങ്കുകാരാകുന്ന നമ്മൾ ഓരോരുത്തരും എത്ര അനുഗ്രഹീതർ! ശാന്തിയുടെയും സ്നേഹത്തിന്റെയും ആഘോഷത്തിന്റെയും നക്ഷത്രങ്ങൾ മാനത്തു വിരിയുന്ന ഈ ക്രിസ്മസ് രാവിൽ നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതങ്ങളും അതുപോലെ തന്നെ മനോഹരമായി തീരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് KCYM അവതരിപ്പിക്കുന്ന ക്രിസ്മസ് ദൃശ്യവിരുന്നിലേക്ക് എല്ലാവരും ഏറ്റവും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. തിരുപ്പിറവിയുടെ ആനന്ദവും സമാധാനവും നിറഞ്ഞു നിൽക്കുന്ന ഈ വിശുദ്ധവേളയിൽ നമുക്കായി ക്രിസ്മസ് സന്ദേശം നൽകുന്നതിന് നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട ഇടവക വികാരി ജൽഷൻ അച്ഛനെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഏറ്റവും സ്നേഹം നിറഞ്ഞവരെ, ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഇത്രയും ലൈറ്റ് അടിക്കുന്നതുകൊണ്ട് ആരെയും കാണാൻ പറ്റുന്നില്ല. എനിക്ക് നല്ല ശൂന്യതയിലേക്ക് നോക്കി ആശംസ പറയാമെന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ എല്ലാവർക്കും ദൈവത്തിന് അനുഗ്രഹം ഉണ്ടായിരിക്കട്ടെ എന്ന് ആശംസിക്കുകയാണ്. എൻ്റെ പ്രസംഗം കേട്ട് നിങ്ങൾ കുഴഞ്ഞിരിക്കുകയെന്ന് എനിക്കറിയാം. വീണ്ടും ഞാൻ പ്രസംഗിച്ച് നിങ്ങളെ കുഴപ്പിക്കുന്നില്ല. എല്ലാവർക്കും ഈശോയുടെ ഈ ജനനത്തിരുന്നാൾ നമ്മൾ ആഘോഷിക്കുമ്പോൾ ഏറെ പ്രത്യേകമായിട്ട് മാലാഖമാർ നമുക്ക് നൽകിയ സമ്മാനമായ സമാധാനം നിങ്ങളുടെ എല്ലാവരുടെ കൂടെ ഉണ്ടായിരിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ദൈവം എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. താങ്ക് യു അച്ഛാ. സന്തോഷം, ഐക്യം, പങ്കുവയ്ക്കൽ എന്നിവയുടെ പ്രതീകമാണ് ഓരോ ക്രിസ്മസ് കേക്കുകളും അർത്ഥമാക്കുന്നത്. നമ്മുടെ ഇടവകയുടെ ഐക്യത്തിന്റെയും പങ്കുവയ്ക്കലിന്റെയും പ്രതീകമായി നമുക്ക് ഈ ക്രിസ്മസ് കേക്ക് മുറിക്കാം. നിങ്ങൾക്ക് എല്ലാവർക്കും കേക്ക് തരണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. പക്ഷെ അത് സാധ്യമല്ലാത്തതിനാൽ എൻ്റെ അടുത്ത് ഇപ്പോൾ അലീനയാണ് നിൽക്കുന്നത്. ഇപ്പോൾ നിങ്ങളെല്ലാവരുടെയും റെപ്രസെൻറ്റേറ്റീവായിട്ട് അലീനയ്ക്ക് ഞാൻ ഈ കേക്ക് നൽകി നമ്മുടെ ഈ മധുരം പങ്കുവയ്ക്കുന്നു. അടുത്തതായി ഈ ആഘോഷരാവ് ഇത്രയും മനോഹരമാക്കാൻ പ്രയത്നിച്ച ഏവർക്കും നന്ദി അർപ്പിക്കുന്നതിനായി KCYM പ്രസിഡന്റ് ശ്രീ സഞ്ജയ് ജോർജിനെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ലോകരക്ഷകനായ മിശിഹ ഭൂജാതനായ ഈ ഒരു സുദിനത്തിൽ ഏവർക്കും സന്തോഷത്തിൻ്റെയും സമാധാനത്തിൻ്റെയും പ്രത്യാശയുടെയും തിരുപ്പിറവി ആശംസകൾ ആദ്യമേ തന്നെ നേർന്നുകൊള്ളുന്നു. ദൈവത്തിൻ്റെ ഒരു വലിയ അനുഗ്രഹം കൊണ്ട് ഞങ്ങൾ ഈ വർഷവും നിങ്ങളുടെ മുമ്പിലെത്തിയിരിക്കുകയാണ്. ഒരു ദൃശ്യവിരുന്നൊരുക്കിക്കൊണ്ട് അതിലേക്ക് സഹകരിച്ച കുറച്ച് വ്യക്തികൾക്ക് നന്ദി പറയേണ്ടതായിട്ടുണ്ട്. അതിനായിട്ട് ഞാൻ ഈ ഒരു അവസരം വിനിയോഗിക്കുകയാണ്. ആദ്യമേ തന്നെ ഞങ്ങൾക്ക് വേണ്ട എല്ലാ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും നൽകി ഞങ്ങളെ നേർവഴിക്ക് നടത്തുന്ന ഞങ്ങളുടെ രക്ഷാധികാരിയും ഇടവക വികാരിയുമായ ഏറ്റവും ബഹുമാനപ്പെട്ട ജൽഷിൻ അച്ഛന് ഞാൻ നന്ദി പറയുന്നു. ഇന്നത്തെ സ്റ്റേജ് ക്രമീകരണങ്ങൾ ഒരുക്കി തന്നത് നമ്മുടെ ഏറ്റവും പ്രിയങ്കരനായ മരീനങ്ങളാണ്.
മരിയന്നങ്ങളിലും ഈ ഒരു അവസരത്തിൽ ഞാൻ നന്ദി പറയുന്നു. ഇന്നത്തെ പരിപാടിക്ക് ശബ്ദവും വെളിച്ചവും തന്ന് സഹായിക്കുന്ന പാരീസ് ലൈറ്റ് ആൻഡ് സൗണ്ടിലെ ദാസനങ്ങൾക്കും ഈ ഒരു അവസരത്തിൽ ഞാൻ നന്ദി പറയുന്നു. പ്രത്യേകിച്ച് ഇന്നത്തെ പരിപാടിക്കായിട്ട് ഞങ്ങളെ സാമ്പത്തികമായിട്ട് സഹായിച്ച കുറച്ചധികം വ്യക്തികളുണ്ട്. അവരുടെ പേരും കൂടി ഞാൻ ഒന്ന് മെൻഷൻ ചെയ്യുകയാണ്. ഫ്രാൻസിസ് ആനപ്പറമ്പിൽ, PJ സേവിയർ, ആന്റണി സെബാസ്റ്റ്യൻ, പ്രജോദ് ഫ്രാൻസിസ്, രാജേഷ് KS, സണ്ണി ഡിസോസ, സുമേഷ് സ്റ്റീഫൻ, ഷീല കുരിശിങ്കൽ, ജോസഫ് കളറിയത്ത്, എല്ലാവർക്കും KCMന്റെ ഹൃദയം നിറഞ്ഞ നന്ദി ഞാൻ രേഖപ്പെടുത്തുകയാണ്. എല്ലാ വർഷവും കഥാപരമായി നിങ്ങളിലേക്ക് എന്ത് പുതുമ എത്തിക്കും എന്നുള്ളൊരു ആശങ്ക കുഴപ്പത്തിൽ നിൽക്കുമ്പോഴായിരുന്നു അവിചാരിതമായിട്ട് ഈ വർഷത്തെ കഥ ഉരുത്തിരിഞ്ഞ് വന്നത്. ആ കഥയ്ക്ക് സംഭാഷണം സംവിധാനം നിർവഹിച്ചിരിക്കുന്നത് നെവൽ റെമല്ലോയാണ്. കലാ സംവിധാനം മാർട്ടിൻ അനിൽ. കയ്യടി പോരട്ടോ. ചമയം KK ഫ്രാൻസിസ് അങ്കിൾ. പ്രത്യേകം നന്ദി പറയേണ്ട രണ്ട് വ്യക്തികളും കൂടി നമുക്കുണ്ട്. നമ്മുടെ ഇടവകയിലെ കൈക്കാരന്മാരും കൂടിയായ ബോബി അങ്കിളും ജോളി അങ്കിളിനും നമ്മളായിട്ട് സഹകരിച്ചത് കൊണ്ടിട്ട് ഈ ഒരു വേദിയിൽ ഞാൻ അവരോടും നന്ദി രേഖപ്പെടുത്തുകയാണ്. ഈ കഥയിലെ ഷെപ്പേർഡ് ഡാൻസ് നേതൃത്വം നൽകിയിരിക്കുന്നത് അൽവീന ഫെർണാണ്ടസ് ആണ്. ഏഞ്ചൽ ഡാൻസ് കൊറിയോഗ്രാഫ് ചെയ്തിരിക്കുന്നത് ഗ്ലെൻജെ മെൻഡസും ആനിയും കൂടിയാണ്. കൂടാതെ അതിമനോഹരമായി ക്രിബ്, നമ്മുടെ ദേവാലയത്തിൻ്റെ ഉള്ളിലെ ക്രിബ് ക്രമീകരിച്ചിരിക്കുന്നത് ഷിബിൻ്റെ നേതൃത്വത്തിലാണ്. ഷിബിനെ സഹായിച്ച അഖിൽ, കാൽവിൻ, ഷാൽബിൻ എന്നിവർക്കും നന്ദി ഞാൻ രേഖപ്പെടുത്തുന്നു. കൂടാതെ എന്നോടൊപ്പം തോളോട് തോൾ ചേർന്ന് പ്രവർത്തിക്കുന്ന ഞങ്ങളുടെ സ്വന്തം ബെൻസൻ ചേട്ടൻ, ഞങ്ങൾ ആനിമേറ്ററും കൂടിയായ സ്വന്തം ബെൻസൻ ചേട്ടന് ഈ ഒരു അവസരത്തിൽ നന്ദി പറയുന്നു. കൂടാതെ എല്ലാ KCYM പ്രവർത്തകർക്കും അവരുടെ കുടുംബാംഗങ്ങൾക്കും ഞാൻ ഈ ഒരു അവസരത്തിൽ നന്ദി പറയുന്നു. ഒരിക്കൽ കൂടി ഞങ്ങളെ സഹകരിച്ച എല്ലാവർക്കും ഹൃദയത്തിൻ്റെ ഭാഷയിൽ നിന്ന് ഞാൻ നന്ദി പറയുന്നു. നിങ്ങളുടെ പ്രോത്സാഹനമാണ് ഞങ്ങളുടെ ഊർജം. അതുകൊണ്ട് എല്ലാവരുടെയും അനുവാദത്തോടു കൂടി ഞങ്ങൾ ഈ വർഷത്തെ ദൃശ്യവിരുന്ന് ആരംഭിക്കുകയാണ്. ദി ഡ്രമ്മർ ബോയ്. ഏവർക്കും ലൊറേറ്റോ KCYMന്റെ ക്രിസ്തുമസ് പുതുവത്സരാശംസകൾ. ക്രിസ്മസ് എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ആദ്യം ഓടിയെത്തുന്നത് എന്താണ്? നക്ഷത്രങ്ങൾ, പുൽക്കൂട്, പിന്നെ രാജാക്കന്മാർ, ഉണ്ണിയേശുവിന് സമർപ്പിച്ച വിലപിടിപ്പുള്ള സമ്മാനങ്ങൾ. എന്നാൽ കൊടുക്കാൻ കയ്യിൽ പൊന്നും മീറയും ഒന്നുമില്ലാത്ത ഒരാൾക്ക് ദൈവസന്നിധിയിലേക്ക് വരാമോ? വെറും കയ്യോട് നിൽക്കുന്നവന് ആ പുൽക്കൂട്ടിൽ സ്ഥാനമുണ്ടോ? ലോകം എപ്പോഴും അളക്കുന്നത് നമ്മുടെ കയ്യിലെ സമ്മാനങ്ങളുടെ ഭാരമാണ്. എന്നാൽ ദൈവം നോക്കുന്നത് നമ്മുടെ ഹൃദയത്തിന്റെ ആഴങ്ങളിലേക്കാണ്. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് എസ്ര എന്നൊരു ബാലനെയാണ്. രാജാക്കന്മാരെ പോലെ സമ്പത്തോ തിളങ്ങുന്ന വസ്ത്രങ്ങളോ അവനില്ല. അവന്റെ കയ്യിൽ ആകെയുള്ളത് ഒരു പഴയ ഡ്രമ്മും പിന്നെ സ്നേഹം നിറഞ്ഞ ഒരു മനസ്സും മാത്രം. നമുക്ക് കാണാം സ്വർണത്തേക്കാൾ തിളക്കമുള്ള ദൈവത്തിന് ഏറ്റവും പ്രിയപ്പെട്ട ആ സമ്മാനം എന്താണെന്ന്. תשמע
הארץ עם רעיפי יערוף כמה תרליקי תזל קטל אמרתי כשעירים עלי דשא וחיובים עלי רשת כי שם אדוני יקרא אבו גודל നേരം വൈകിയപ്പോൾ ഞാൻ ഓർത്തു ഇന്നിന് നിങ്ങൾ വരില്ല എന്ന്. ഇന്ന് അമ്മയുടെ കൂടെ ഒരിടം വരെ പോയിരുന്നു, അതാ വൈകിയേ. ഇന്നലെ പഠിപ്പിച്ചതെന്ന് ഓർക്കുന്നില്ലേ? നമുക്കൊന്ന് നോക്കിയാലോ? הניצנים נראו בארץ, עת הזמיר הגיע וכל התור נשמע בעצנו. ബാക്കി ഇനി നാളെ. ഞാൻ ഇറങ്ങട്ടെ. നിങ്ങൾ എവിടെ നിന്ന് വരുന്നു? കിഴക്ക് മാറി അല്പം ദൂരെ നിന്നുമാണ് ഞങ്ങൾ വരുന്നത്. നിങ്ങളുടെ കയ്യിലുള്ളത് എന്താ? അത് ഞങ്ങളുടെ സമ്മാനങ്ങളാണ്. സമ്മാനങ്ങളോ? ഇത് ആർക്ക് വേണ്ടിയുള്ളതാണ്? അത് ഒരു രഹസ്യമാണ്. രഹസ്യമോ? അതെ, മറ്റാരുമായി നിങ്ങൾ പങ്കുവയ്ക്കുകയില്ലെങ്കിൽ അത് നിങ്ങളോട് പറയാം. ഞങ്ങൾ ആരോടും പറയില്ല. നിങ്ങൾ ആ നക്ഷത്രം കാണുന്നുണ്ടോ? ഞങ്ങളെ വഴികാട്ടുന്നത് ആ നക്ഷത്രമാണ്. ബെത്ലഹേമിലേക്ക്. അവിടെ ഒരു രക്ഷകൻ പിറന്നിരിക്കുന്നു. അതെ, ദാവീദിന്റെ വംശത്തിൽ പിറന്ന രക്ഷകൻ. ഇത് എല്ലാം അവന് സമർപ്പിക്കാനുള്ളതാണ്. നമുക്ക് ഇറങ്ങിയാലോ? ഇറങ്ങാം. ഞങ്ങൾ ഇറങ്ങുന്നു. ശാലോം ശാലോം. ശാലോം ശാലോം. നമുക്കും പോയാലോ ആ രക്ഷകനെ കാണാൻ? സമ്മാനങ്ങളൊന്നുമില്ലാതെ നമ്മൾ എങ്ങനെ രക്ഷകന്റെ അടുത്തേക്ക് പോകും? ഇനി രക്ഷകനെ കാണാൻ നമുക്ക് കഴിഞ്ഞില്ലെങ്കിലോ? നേരം ഒത്തിരി വൈകി, നമുക്ക് ഇറങ്ങിയാലോ? ശാലോം ശാലോം. ശാലോം ശാലോം. ഇന്ന് നന്നായി വായിക്കാൻ സാധിച്ചോ? നിനക്ക് എന്തു പറ്റി എസ്ര? എന്താ നിന്നെ അലട്ടുന്നത്? ഇന്ന് 3 ആളുകൾ സത്രത്തിൽ വന്നിരുന്നു. തിളങ്ങുന്ന കുപ്പായമായിരുന്നു അവർക്കുണ്ടായിരുന്നത്. അവർ പറഞ്ഞത് ദാവീദിന്റെ വംശത്തിൽ ഒരു രക്ഷകൻ പിറന്നിരിക്കുന്നു എന്നാണ്. അവരുടെ കയ്യിൽ അവന് കൊടുക്കാൻ ധാരാളം സമ്മാനങ്ങളും ഉണ്ടായിരുന്നു. ദേ, ആ ദൂരെയുള്ള ആ നക്ഷത്രമാണ് അവർക്ക് വഴികാട്ടുന്നത്. എനിക്കും രക്ഷകനെ കാണണം. പക്ഷേ അവർക്കുണ്ടായിരുന്നത് പോലെ തിളങ്ങുന്ന കുപ്പായമോ വലിയ സമ്മാനങ്ങളോ എൻ്റെ കയ്യിലില്ലല്ലോ.
എസ്ര, നീ എന്ത് കൊടുക്കുന്നു എന്നതിലല്ല, നീ കൊടുക്കുന്നത് എന്താണ് എന്നതിലാണ് കാര്യം. മറ്റുള്ളവർക്ക് അത് ചെറുതായും വില കുറഞ്ഞതായും ഒക്കെ തോന്നിയേക്കാം. പക്ഷേ അവൻ്റെ മുൻപിൽ അത് അങ്ങനെ ആയിരിക്കില്ല. നീ ധൈര്യമായി പോയി വാ. എന്തൊരു തണുപ്പ്! അവനെന്താ വരാൻ വൈകുന്നേ? അല്പം ദൂരെയല്ലേ അവൻ പോയിരിക്കുന്നത്. ചിലപ്പോൾ സാധനങ്ങൾ കിട്ടിക്കാണില്ലായിരിക്കും. എന്നാലും ഒരു രക്ഷകൻ നമുക്ക് വേണ്ടി പിറന്നിരിക്കുന്നു എന്ന് കേട്ടപ്പോൾ എനിക്കിപ്പോഴും വിശ്വസിക്കാനാവുന്നില്ല. ദൂതൻ പറഞ്ഞത് കേട്ടില്ലേ? ദാവീദിന്റെ വംശത്തിൽ നിന്ന് നമുക്കായി ഒരു രക്ഷകൻ പിറന്നിരിക്കുന്നുവെന്ന്. അവൻ നമുക്ക് വേണ്ടി സന്തോഷവും സമാധാനവും കൊണ്ടുവരും. ആ നക്ഷത്രം നമ്മളെ എത്തിക്കേണ്ടിടത്തെത്തിക്കും. നമ്മൾ ഭാഗ്യം ചെയ്തവരല്ലേ. രക്ഷകന്റെ ജനനം ഏറ്റവും അടുത്ത് എത്ര പേർക്ക് കാണാൻ സാധിക്കും? ഇവന്റെ ഉറക്കം എന്താ തീരാത്തെ? എന്തു പറ്റി? നീ ഇങ്ങനെ അലസമായി ഇരിക്കാതെ ഒന്ന് ഉത്സാഹിക്ക്. രക്ഷകനെ കാണാൻ പോവുകയല്ലേ? എനിക്ക് തോന്നുന്നില്ല ഇതാണ് രക്ഷകനെന്ന്. എത്രയോ പേര് വന്നു പോയി. പക്ഷേ ദൈവദൂതന്റെ വാക്കുകൾ ഒരിക്കലും നിരസിക്കരുത്. യഥാർത്ഥത്തിലുള്ള രക്ഷകൻ തന്നെയാണ് പിറന്നിരിക്കുന്നത്. ദാ അവൻ വന്നല്ലോ. ആ കച്ചവട സ്ഥലത്ത് പോയി സാധനങ്ങൾ വാങ്ങുന്ന വഴി 3 പേരെ കണ്ടിരുന്നു. രാജാക്കന്മാരാ. അവരും ഈ രക്ഷകനെ പറ്റി സംസാരിക്കുന്നത് ഞാൻ കേട്ടു. നമുക്ക് വേഗം പുറപ്പെടാം. יושב בסתר עליון בצל שדי תלונה בעברתו יסך לך ותחת כנפיו תחסר אומר എസ്ര, നീ എന്ത് കൊടുക്കുന്നു എന്നതിലല്ല, നീ കൊടുക്കുന്നത് എന്താണ് എന്നതിലാണ് കാര്യം. മറ്റുള്ളവർക്ക് അത് ചെറുതായും വില കുറഞ്ഞതായും ഒക്കെ തോന്നിയേക്കാം. പക്ഷേ അവൻ്റെ മുൻപിൽ അത് അങ്ങനെ ആയിരിക്കില്ല. ഖാ
pa-rum-pum-pum-pum. Our finest gifts we'll bring, pa-rum-pum-pum-pum, to lay before the king, pa-rum-pum-pum-pum, rum-pum-pum-pum, rum-pum-pum-pum. So to honor him, pa-rum-pum-pum-pum, when we come, baby Jesus, pa-rum-pum-pum-pum, I am a poor boy too, pa-rum-pum-pum-pum. I have no gifts to bring, pa-rum-pum-pum-pum, that's fit to give our king, pa-rum-pum-pum-pum, rum-pum-pum-pum, rum-pum-pum-pum. Shall I play for you, pa-rum-pum-pum-pum, on my drum? Baby Jesus, pa-rum-pum-pum-pum, the ox and lamb can't time, pa-rum-pum-pum-pum. I played my drum for him, pa-rum-pum-pum-pum. I played my best for him, pa-rum-pum-pum-pum, rum-pum-pum-pum, rum-pum-pum-pum. Then he smiled at me, pa-rum-pum-pum-pum, me and my drum, pum-pum-pum-pum, rum-pum-pum-pum. എസ്ര, നിന്റെ സംഗീതം അവന് ഒത്തിരി ആനന്ദം നൽകി. നിന്റെ ഹൃദയത്തിൽ നിന്നുമുള്ള ഈ ഗാനം അവന് ലഭിച്ചതിൽ വെച്ച് ഏറ്റവും വലിയ സമ്മാനങ്ങളോട് ചേർത്ത് വെക്കാവുന്ന ഒന്നാണ്. പൂർണ്ണ മനസ്സോടെ നീ നൽകിയതിനെ അവൻ സ്വീകരിച്ചിരിക്കുന്നു. സന്തോഷത്തോടെ വീട്ടിലേക്ക് മടങ്ങുക. ശലോം ശലോം. കണ്ടില്ലേ സുഹൃത്തുക്കളെ, രാജാക്കന്മാർ നൽകിയ പൊന്നിനേക്കാൾ എസ്രയുടെ ആത്മാർത്ഥമായ പാട്ടാണ് ഉണ്ണിയേശുവിന് കൂടുതൽ സന്തോഷം നൽകിയത്. നമ്മുടെ കയ്യിൽ എന്തുണ്ട് അല്ലെങ്കിൽ എന്തില്ല എന്നതല്ല ദൈവത്തിന് പ്രധാനം. നമ്മൾ നൽകുന്നത് എത്രത്തോളം സ്നേഹത്തോടെയാണ് എന്നതാണ് കാര്യം. എസ്രയെ പോലെ നമ്മുടെ കുറവുകളെ ഓർത്ത് മാറി നിൽക്കാതെ നമുക്കുള്ളത്, അത് നമ്മുടെ കഴിവോ സമയമോ സ്നേഹമോ ആകട്ടെ, പൂർണ്ണ മനസ്സോടെ ദൈവത്തിന് സമർപ്പിക്കാം. ഈ ക്രിസ്മസ് രാവിൽ നമുക്കും ഒരു തീരുമാനമെടുക്കാം. വലിയ സമ്മാനങ്ങളെക്കാൾ വലുത് ശുദ്ധമായൊരു ഹൃദയമാണെന്ന് തിരിച്ചറിയാം. നമ്മുടെ ചെറിയ പ്രവൃത്തികൾ കൊണ്ട്, സ്നേഹം നിറഞ്ഞ വാക്കുകൾ കൊണ്ട് മറ്റുള്ളവർക്ക് വെളിച്ചമാകാം. അതാണ് ദൈവം നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്നത്. എസ്രയ്ക്ക് ലഭിച്ച ആ വലിയ സന്തോഷം ഈ ക്രിസ്മസ് കാലത്ത് നിങ്ങളുടെ ഓരോരുത്തരുടെയും വീടുകളിലും മനസ്സുകളിലും നിറയട്ടെ എന്ന് ആശംസിക്കുന്നു. വിസ്മയമോ
അടുത്തതായി സ്വർഗീയ മാധുര്യം നിറയുന്ന ക്രിസ്മസ് കരോൾ ആലപിക്കുന്നതിനായി ക്വയർ ടീമിനെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. Christ
ജോൺസൺ അച്ഛനെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അപ്പോൾ ആദ്യം നമ്മൾ തിരഞ്ഞെടുക്കുന്നത് മാതാവിൻ്റെ റെപ്രസെൻറ്റേറ്റീവിനെയാണ്. നമ്മുടെ ഇടവകയിൽ ഈ വർഷം മാതാവിൻ്റെ പ്രത്യേകമായിട്ടുള്ളൊരു അനുഗ്രഹമുള്ള ഒരാളെ പ്രത്യേകം നമ്മൾ തിരഞ്ഞെടുക്കുകയാണ്. അപ്പോൾ പിങ്ക് കളറിൽ ലഭിച്ചിരിക്കുന്ന ടോക്കൺ ലഭിച്ചിരിക്കുന്ന എല്ലാവരും ആ നമ്പറൊക്കെ എടുത്ത് നോക്കിക്കൊള്ളുക. 2 അക്കങ്ങളുള്ള ടോക്കണാണ്. അപ്പോൾ ഒരക്കമുള്ള എല്ലാവരും പോയി, സമാധാനമായി, അവർക്ക് എല്ലാവർക്കും സമാധാനം കിട്ടി. 2 അക്കങ്ങളുണ്ട്. അതിൽ 2ാമത്തെ അക്കം 4ആണ്. അപ്പോൾ കുറച്ച് പേർക്ക് കൂടി സമാധാനം കിട്ടി. 1ാമത്തെ അക്കം 5ആണ്. 54 ആർക്കാണ് ലഭിച്ചിരിക്കുന്നത്, ആ ആളാണ് ഈ വർഷത്തെ പ്രത്യേകമായിട്ടുള്ള മദർ മേരിയുടെ റെപ്രസെൻറ്റേറ്റീവായിട്ട് നമ്മുടെ ഇടവകയിൽ ആയിരിക്കുന്നത്. ആരാ ലഭിച്ചോ? ഇല്ല, മദർ മേരി വീട്ടിൽ പോയത് എനിക്ക് തോന്നുന്നു. അടുത്ത ആൾ എടുക്കാം അല്ലേ? അപ്പൊ ആശ്വാസത്തിന് വകയുണ്ട്. വീണ്ടും ഇതും 2 അക്കങ്ങളാണ്. വീണ്ടും കുറെ പേർക്ക് സമാധാനമായി. 2ാമത്തെ അക്കം 7ആണ്. 2ാമത്തെ അക്കം 7ആണ്. 1ാമത്തെ അക്കം 3ആണ്. 37. ആരാണ് അവിടെ അടിച്ചോ? യെസ് പ്ലീസ്, സ്റ്റേജിലേക്ക് വരിക. നല്ലൊരു കേടി കൊടുത്ത 37 മാതാവിനെ ലഭിച്ചു. നല്ല ജലസമ്മതിയുള്ള ആളാണ് നമ്മുടെ അല്ലേ? നല്ല കയ്യടിയും ബഹളമൊക്കെ ഇരുന്നു. റാണി ടീച്ചറിനാണ് ലഭിച്ചിരിക്കുന്നത്. വെരി ഗുഡ്. അടുത്തത് ഔസേപ്പിതാവിനാണ് നമ്മൾ എടുക്കുന്നത്. യൗസേപ്പിതാവുമാരെല്ലാം കൈ ഉയർത്തി പിടിച്ചേക്ക്, ടോക്കൺ എടുത്ത് പിടിച്ചേക്ക്. കയ്യില് ഇതിലും 2 അക്കങ്ങളുണ്ട്. ഒരക്കമുള്ള എല്ലാവരും ചീറ്റിപ്പോയി. 2ാമത്തെ അക്കം 0ആണ്. കുറെ യൗസേപ്പിതാവ് റെഡിയാന്നോണം അവിടെ. 1ാമത്തെ അക്കം 9ആണ്. 90 യൗസേപ്പിതാവ് തിരിച്ചെത്തി. അപ്പൊ അടുത്ത് തന്നെ ഉണ്ണീശോ ആണ് നമ്മൾ എടുക്കാൻ പോകുന്നത്. ഉണ്ണീശോമാരെല്ലാം റെഡിയായി നിന്നേക്കുക. രണ്ടക്കങ്ങൾ തന്നെയാണ്. 2ാമത്തെ അക്കം 8ആണ്. 1ാമത്തെ അക്കം 4ആണ്. 48 കിട്ടിയോ? യെസ് പ്ലീസ്. അപ്പൊ ഈ വർഷത്തെ സമ്മാനാർഹരായിരിക്കുന്നവര് ഈ 3 പേരാണ്. അവർക്കുള്ള ഗിഫ്റ്റ് ഇപ്പൊ നമ്മൾ നൽകുന്നതായിരിക്കും. ഗിഫ്റ്റ് കൊടുക്കുമ്പോൾ നമുക്ക് കിട്ടിയില്ലെന്ന് വിചാരിച്ചുകൊണ്ട് കുശുമ്പ് വിചാരിക്കണ്ട. നല്ല സ്വരത്തിൽ ആ കുശുമ്പൊക്കെ അങ്ങോട്ട് കൈയടിച്ച് തീർത്തേക്കണം. ഓക്കെ? ഇവർ 3 പേരുമാണ് ഈ വർഷത്തെ തിരുക്കുടുംബത്തിന്റെ പ്രത്യേക റെപ്രസെന്റേറ്റീവ്സ് ആയിട്ട് നമുക്ക് ലഭിച്ചിരിക്കുന്നത്. നല്ലൊരു ഗൈഡ് കൊടുക്കുക. 3 പേർക്കും എല്ലാവിധ ദൈവാനുഗ്രഹങ്ങളും ക്രിസ്മസിന്റെ ആശംസകളും പ്രാർത്ഥനയും. താങ്ക് യു. വിണ്ണിലെ സന്തോഷവും സമാധാനവും മാനവ ഹൃദയങ്ങളിൽ നിറയാൻ ഈ ക്രിസ്മസ് കാലമിടയാകട്ടെ എന്നൊരിക്കൽ കൂടി ആശംസിച്ചുകൊണ്ട് ഏവർക്കും ഹൃദയം നിറഞ്ഞ ക്രിസ്മസ് ആശംസകൾ. മെറി ക്രിസ്മസ്.